ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് Hyundai വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടും. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പലവർക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് രാത്രി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു, രാവിലെ എണീറ്റ് വണ്ടി ജോലിക്ക് പോകുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കണ്ടായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അത് ശ്രദ്ധിക്കാതെ ആയിരിക്കും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ രാവിലെ വരാൻ ബ്രേക്ക് ലൈറ്റ് കത്തി കിടന്നതിന് ബാറ്ററി ഡൗൺ ആവും, പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ആവില്ല. അപ്പൊ Hyundai വണ്ടിയിൽ പ്രത്യേകിച്ച് ഈ ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്. എല്ലാ വണ്ടിയിലും i10, സാൻട്രോ, i20 ഇങ്ങനെ എല്ലാ വണ്ടിയിലും ഈ ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോ നമ്മളത് ശ്രദ്ധിക്കാറില്ല. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകും, ഒരു 10 അരമണിക്കൂർ കഴിഞ്ഞ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷെ രാത്രി വണ്ടി കൂടുന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ രാവിലെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവില്ല. വണ്ടി ഒരു അനക്കം ഉണ്ടാവില്ല. കീ ഓൺ ചെയ്താൽ ചിലപ്പോൾ ഒരു അനക്കം ഉണ്ടാവില്ല, ബാറ്ററി പറ്റ ഡൗൺ ആയിട്ടുണ്ടായിരിക്കും. ആ ബ്രേക്ക് ലൈറ്റ് കത്തി കിടന്നിട്ടാണ് ആ സംഭവം. ആ ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ബുഷ് ഉണ്ടോ, ഈ ഒരു ബുഷാണ് അതിനുള്ള കാരണം. ഈ ബുഷ് കംപ്ലൈന്റ് ആയിട്ടാണ് ആ ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കുന്നത്. ഇത് ബ്രേക്ക് സ്വിച്ച് ഓഫ് ആക്കുന്ന ഒരു ബുഷാണ്, അവിടെ വെച്ചിട്ടുള്ള ഒരു ബുഷാണ്. ഈ ബുഷ് കുറെ കാലം കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയാ, ഒരു റബ്ബറും പ്ലാസ്റ്റിക് പോലത്തെ ഒരു ബുഷാണ്. ഇത് കുറെ കാലം കഴിഞ്ഞാൽ ഇത് നുരുമ്പിച്ചു പോകും. ഇത് പൊട്ടി പോവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഹോൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഹോളിലേക്ക് ബ്രേക്ക് സ്വിച്ച് താഴ്ന്നു പോകും. ആ ബ്രേക്ക് സ്വിച്ച് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ബ്രേക്ക് സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ സ്വിച്ചിന്റെ ഒരു കംപ്ലൈന്റ് കൊണ്ടാണ് ബ്രേക്ക് ലൈറ്റ് കത്തിയിട്ട് ബാറ്ററി മൊത്തം ഡൗൺ ആയി പോകുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ എന്തായാലും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. രാവിലെ എണീക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവില്ല. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ട് വണ്ടി ഒന്നെങ്കിൽ ജമ്പ് സ്റ്റാർട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി കൊണ്ട് ചാർജ് ചെയ്തിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ആക്കാൻ. അപ്പൊ ഈ ഒരു ബുഷ് കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും പെടാപെട് വീഴുന്നത്. അപ്പൊ ഈ ബുഷിന്റെ വില പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഒറിജിനൽ Hyundaiന്റെ ഒറിജിനൽ വില പറഞ്ഞു കഴിഞ്ഞാൽ 63 രൂപയാണ് ഒരു ചെറിയൊരു സാധനത്തിന്. ഇതിന്റെ വില ഈ ഒരു സാധനം കൊണ്ടാണ് നമ്മള് ചിലപ്പോ 100-400 രൂപ ചെലവാക്കേണ്ടി വരും. ഈ സാധനം ആവശ്യമൊന്നുമില്ല. ഇത് അവിടെ ഹോള് ഇല്ലാതെ അടച്ചു കഴിഞ്ഞാൽ മതി, ഒരു പ്രശ്നം തീർന്നു. പക്ഷെ ഇങ്ങനെ ബുഷ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മെച്ചം വർക്ക്ഷോപ്പ് കയറിക്കാണ് ഞങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചാർജ് കിട്ടും, ബാറ്ററി ചാർജ് ചെയ്യാൻ ചാർജ് കിട്ടും. അതായത് 100-400 രൂപ അങ്ങനെ ബ്രേക്ക് ഡൗൺ, അതായത് കിലോമീറ്റർ അനുസരിച്ച് അതിന്റെ കാശിന്റെ എമൗണ്ടിൽ വ്യത്യാസം വരും. അതാണ് അതുകൊണ്ട് മെച്ചം. കസ്റ്റമർക്ക് അതുകൊണ്ട് ഒരു മെച്ചമൊന്നുമില്ല, നമുക്ക് മെച്ചമുണ്ട്. അപ്പൊ ഇതിന്റെ വില ആണ് 63 രൂപ. ഇത് Hyundaiന്റെ ഷോറൂമിൽ നിന്നാണ് മേടിച്ചത്. പുറത്ത് കിട്ടുമോന്ന് അറിയില്ല, ചോദിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും Hyundaiന്റെ ഷോറൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 63 രൂപയാണ് ഒരു ബുഷിന്റെ വില. അപ്പൊ ഇത് എവിടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഈ ബുഷ് നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ബ്രേക്ക് ലൈറ്റ് കത്തി കിടന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇത് സാൻട്രോ, ഇയോണ്, i20 ഇതിലൊക്കെ Hyundaiന്റെ വണ്ടിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ i20 ഇത് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്, നമുക്ക് സ്വയമായിട്ട് മാറാൻ പറ്റില്ല. അപ്പൊ i20ന്റെ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. i20ന്റെ അടിയിൽ ഒരു ഫ്ലാപ്പ് ഉണ്ടായിരിക്കും. ആ ഫ്ലാപ്പിന്റെ മുകളിലായിട്ടാണ് ബ്രേക്ക് പെഡലിന് ഈ സ്വിച്ച് വരുന്നത്. അപ്പൊ അത് എന്താ ചെയ്യേണ്ടത് കാണിച്ചുതരാം. അപ്പൊ i20നെ കാണിച്ചുതരാം, i10ന്റെ കാണിച്ചുതരാം. ഈ ഇയോന്റെ വണ്ടിയില്ല, സാൻട്രോനെ കാണിച്ചുതരാം. അപ്പൊ സാൻട്രോയില് ഇതിൽ ഉഡായ്പ ചെയ്തിട്ടുണ്ട്. ഇതില്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതും ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ സാൻട്രോയില് വേറൊരു ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, അതെന്താന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് Hyundai, ഇത് i20 ആണ്. അപ്പൊ i20 പറഞ്ഞ i20ന്റെ ബുഷ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. ഈ ബുഷാണ് കംപ്ലൈന്റ് ആണ്. ഇത് കൂടുതൽ കുറെ കാലം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊട്ടി പോവും. പൊട്ടി പോയി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇത് ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ ആ സമയത്ത് സ്വിച്ച് ഓപ്പൺ ആവും, അങ്ങനെ ബ്രേക്ക് ലൈറ്റ് കത്തി നിൽക്കും. അങ്ങനെ അതാണ് സംഭവിക്കുന്നത്. ഈ ഒരു ബുഷിന്റെ പ്രശ്നമാണ്. ഈ ബുഷിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇത് വെറുതെ പണി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗുണമുള്ളത് മെക്കാനിക്കിനാണ്. അതായത് ഇപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കും, ബാറ്ററി ഡൗൺ ആവും, പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ നോക്കണം, ബാറ്ററി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരു ബ്രേക്ക് ഡൗൺ ചാർജ്, ബാറ്ററി ചാർജിങ് അങ്ങനെ കുറച്ച് കാശ് മേടിക്കണം. അല്ലാതെ വേറെ ഇതിന് വലിയ ഗുണമൊന്നുമില്ല. അവിടെ ഈ ഹോൾ അടച്ചാൽ മതി.
അതിന് പകരം വെച്ചിട്ടാണ് പേര് ബുഷ്. ഈ നിസാര ബുഷ് കൊണ്ടാണ് ഇത്രയും പണിയാകുന്നത്. ഇതിപ്പോൾ I20 ആണ്. I20 പറഞ്ഞാൽ നമുക്ക് ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷീൽഡ് ഉണ്ടായിരിക്കും, ഈ ഭാഗത്ത് ഷീൽഡ് ഉണ്ടായിരിക്കും. അത് ഇയോണിൻ്റെ പോലെ I10 പോലെ പെട്ടെന്ന് I20 അഴിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു കവറുണ്ട്, ആ കവർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ഈ ബ്രേക്ക് സ്വിച്ചിൻ്റെ ഈ ബ്രേക്ക് സ്വിച്ചിൻ്റെ കപ്ലർ അഴിച്ചെടുക്കുക എന്നുള്ള ഒരു പണിയുള്ളൂ. ഈ ബുഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കപ്ലർ ഉണ്ടല്ലോ, ഈ കപ്ലിങ് ഇവിടെ പ്രസ് ചെയ്തിട്ട് ബാക്കിലേക്ക് വലിച്ചു കഴിയും. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ലൈറ്റ് കത്തില്ല ബുഷ് ഇല്ലാന്നുണ്ടെങ്കിൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബാറ്ററി ഡൗൺ ആവില്ല. ബുഷ് മാറുന്ന വരെ കപ്ലർ അഴിച്ചിട്ടാൽ ബ്രേക്ക് ലൈറ്റ് കത്തില്ല എന്നുള്ളൂ. ബുഷ് മാറിയ ശേഷം കപ്ലർ ഇട്ടേക്ക് കൊടുക്കുക. ഇതാണ് ബുഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോംവഴി, നമുക്ക് വീട്ടിലിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇയോണ് I10 സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. I20 ഇതിൻ്റെ ഇടയിൽ കൂടെ കൈയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, അല്ലാതെ ഷീൽഡ് ഉണ്ടാവും. സ്വിച്ച് അയക്കാൻ പറ്റും, കുറച്ച് റിസ്ക് ആവുള്ളൂ. ഇപ്പം അത്ര ക്ലിയർ ആയി കാണുന്നത് ഇവിടെ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സകല സാധനങ്ങൾ അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണണം. അല്ലാതെ I20 ഇങ്ങനെ കാണില്ല കേട്ടോ. ഇതാണ് അവിടെ വരുന്ന കവർ. അപ്പോൾ ഈ കവർ ഉണ്ടാവുകൊണ്ട് നമുക്ക് കൈ അവിടെ തടയും, ബുഷ് ശരിക്കും മാറ്റാൻ പറ്റില്ല. ഈ കവർ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഇവിടെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ആ കവർ അയച്ചെടുക്കാം. അപ്പോൾ I10 ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ I10 കാണിക്കുന്നത് ഈ സീറ്റ് ബാക്കിലേക്ക് ഫുള്ളായിട്ട് വലിക്കുക, എന്നിട്ട് ഈ ഭാഗത്ത് കടന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ബ്രേക്ക് പെഡലിൻ്റെ ബുഷ് നമുക്ക് കാണാൻ പറ്റും. ഇതാ ബ്രേക്ക് പെഡലിൻ്റെ ബുഷ് ഇരിക്കുന്നത്. ഈ ബുഷ് പെഡലും താത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഇനി ബുഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ സ്വിച്ച് ഇതാ മുകളിലുണ്ട്, അതിൻ്റെ കപ്ലർ അഴിച്ചെടുക്കുക, അത് വിടിച്ചിടുക, എന്നിട്ട് ബുഷില്ല സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ മതി. അതുവരെ നമുക്ക് ബ്രേക്ക് ലൈറ്റ് ഇല്ലാന്നുള്ളൂ, ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കില്ല, അങ്ങനെ ബ്രേക്ക് ഡൗൺ ആവില്ല. അപ്പോൾ I10 സാൻട്രോ ഇയോണ് ഒക്കെ ഇത്രയേ ഉള്ളൂ. I20 പോലെ ഇവിടെ കവർ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സാൻട്രോനെ കാണാം. ഈ സീറ്റ് ഫുള്ള് ബാക്കിലേക്ക് തള്ള, എന്നിട്ട് ഈ ഭാഗത്ത് ബ്രേക്ക് പെഡലിൻ്റെ ഭാഗത്തൊന്ന് കിടക്കുക. അപ്പോൾ ഇതാണ് ബ്രേക്ക് പെഡൽ. ഈ ബ്രേക്ക് പെഡലിൻ്റെ മുകളിലാണ് ആ ഒരു ബുഷ് ഉണ്ടായിരിക്കുക, ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബുഷ് പോയിട്ട് ഉടായ്പ പരിപാടി ചെയ്തിട്ടാണ് കണ്ടോ, വേറൊരു ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോൾട്ടും ഇവിടെ ഞെട്ടിട്ട് വെച്ചിട്ടാണ് ആ ബുഷിന് പകരം ആ ബോൾട്ട് ഇട്ട് വെച്ചിട്ടാണ്. അപ്പം ഇനി ബുഷ് പൊട്ടുന്നില്ല, പേടി വേണ്ട. ബോൾട്ട് ആയതുകൊണ്ട് പൊട്ടിപ്പോയില്ലല്ലോ. ബുഷ് ആകുമ്പോൾ കുറെ കഴിഞ്ഞാൽ അത് നുരുമ്പിച്ച് പോകും. അപ്പം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ആ സ്വിച്ചിന്റെ അവിടെ ഒരു വൈറ്റ് സാധനം ഉണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ലൈറ്റ് കത്തുക. ഈ സ്വിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഹോളിലേക്ക് ആ ഒരു വൈറ്റ് സ്വിച്ച് ഉണ്ടല്ലോ, ആ വൈറ്റ് സാധനം ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഫുൾ ടൈം ലൈറ്റ് കത്തി കിടക്കും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ബാറ്ററി ഡൗൺ ആയിട്ട് നമുക്ക് രാവിലെ എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകാൻ പറ്റാത്തത്. അപ്പോൾ സാൻഡ്രോ ഒക്കെ ഉള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ അതിൽ ബുഷ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്ലർ ഉണ്ടല്ലോ, ഈ കപ്ലർ ഇത് മുകളിൽ നിന്ന് ഇവിടുന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കിലേക്ക് വലിക്കുക. ഇതാണ് ഊരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് കത്തില്ല. നിങ്ങളെ ശ്രദ്ധയിൽ പെട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധയിൽ ബ്രേക്ക് ലൈറ്റ് കത്തണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കപ്ലർ അഴിച്ചിടുക. എന്നിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഒന്നെങ്കിൽ ബുഷ് മാറുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബോൾട്ട് എന്തെങ്കിലും ഇടാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ബുഷ് ഉണ്ടെങ്കിൽ ബുഷ് മാറാം. അപ്പം ബാറ്ററി ഡൗൺ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കപ്ലർ അഴിച്ചിടുക. അങ്ങനെയാകുമ്പോൾ ബ്രേക്ക് ലൈറ്റ് കത്തില്ല എന്നുള്ളത്. എന്നിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് എല്ലാം മാറ്റിയിട്ട് കപ്ലർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് കത്തും, ബാറ്ററി ഡൗൺ ആവില്ല. അപ്പം അങ്ങനെ ഉള്ള പ്രശ്നം ഒഴിവാക്കാം. അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക. ഹുണ്ടായി വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കപ്ലർ ഊരിടാം. I20 അങ്ങനെ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഈ ഭാഗത്തൊരു ഷീൽ ഉണ്ടായിരിക്കും, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ഇയോണും I10 ഒക്കെ ഇതേപോലെ തന്നെ ചിലതിന് ഈ സ്വിച്ചിന് കപ്ലർ ഇങ്ങനെ ബെൻഡായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആണ്, ചിലത് ബെൻഡായിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കി അഴിച്ചാൽ മതി. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും കാണാം.